അപ്പൊ ഒരു നീണ്ട ട്രാവൽ കഴിഞ്ഞ് ഏർലി മോർണിംഗുള്ള പോക്കല്ലേ? 4 മണിക്കുള്ള ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ മീനൊക്കെ മേടിച്ചോണ്ട് തേണ്ടേ. 4 മണിക്കല്ല, ഇവിടുന്ന് നമ്മള് 1 മണിക്ക് ഇറങ്ങി. 4 മണിക്ക് അവിടെ ചെന്ന് മീൻ മേടിച്ചു അല്ലേ? അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ സ്വന്തം വസതിയിലെത്തി. കാണുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സീബ്രീമാണ്. ഒരു പെട്ടി ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഗ്രില്ല് ചെയ്യാനും പിന്നെ ഒക്കെ ആയിട്ട്. സോ അത് സെപ്പറേറ്റ് ചെയ്ത് ആവശ്യമുള്ള പോലെ 3-4 എണ്ണം വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ഫ്രീസറിനകത്തോട്ട് കയറ്റാൻ പോവാണ് ഇപ്പം. അതെ, അതുപോലെ നമുക്ക് ചെമ്മീൻ ഇവിടെ ഇരിപ്പുണ്ട്, അത് പൊട്ടിച്ചിട്ടില്ല. ഇത് നോക്കിയേ, കാണിച്ചേ, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇവിടെ ഈ മീനിനുണ്ടല്ലോ പെർ പീസിന് 4 പൗണ്ട് 4.5 പൗണ്ടൊക്കെയാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിത് അവിടുന്ന് ഒരു ബോക്സ് ഫുള്ളായിട്ട് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പകുതി പൈസക്ക് കിട്ടി. ഇതിനകത്ത് 27 എണ്ണം ഉള്ളതിനകത്ത് ഒരു 10 എണ്ണമൊക്കെ ഒരു മീഡിയം സൈസിലുള്ളതും ബാക്കിയൊക്കെ നല്ല വലിയതുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 4 എണ്ണം വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പോവാം. ഈ കാണുന്ന പെട്ടികളിലാണ് നമ്മൾ മീൻ കൊണ്ടുവന്നത്. അത് പൊട്ടിച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ്. ഐസൊക്കെ ഇടാനുള്ള കുട്ടപ്പനാക്കി തന്നിട്ട് അല്ലേ? അതിപ്പോഴേ ചെയ്ത് വെച്ചില്ലെങ്കിൽ അലുത്ത് പോകും. ഇത് ഏത് മീനാജിനു? ഇത് നമ്മുടെ സാമൻ. ഓക്കെ. കരം കാരണമാണോ അതോ? അത് ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്താ തന്നേക്കുന്നത് അല്ലേ? ഇത് ക്ലീൻ ചെയ്താൽ ഇനി നമുക്ക് ചെറിയ പീസുകളാക്കി നമുക്ക് അങ്ങ് വെക്കാം. അപ്പോൾ ആവശ്യമുള്ള പോലെ നമുക്ക് എടുത്താൽ മതിയല്ലോ. നല്ല വലിയ സാധനം, ഫ്രഷ് അല്ലേ? നല്ല കിടക്കാച്ചി. കൈ നല്ല കണ്ട നമുക്ക്. നമ്മുടെ സാമൺ കുട്ടപ്പനെ ഇച്ചിരി കൂടെ കുട്ടപ്പനാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറിയോ അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്യാൻ നേരത്തെ ഈസി ആയിട്ട് എടുക്കാമല്ലോ. അതുകൊണ്ട് ഫുള്ളി ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്ത് മുറിച്ചങ്ങ് വെക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ്. ജിനു, ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞേ, പിന്നെ എത്ര കിലോ ഉണ്ടെന്നും കൂടെ? ഇത് ഏകദേശം ഒരു 3 കിലോ വരുന്ന സാൽമണാണ്. നമുക്ക് 17 പൗണ്ടിന് കിട്ടി ഈ ഒരെണ്ണം മുഴുവൻ അല്ലേ? ഒരെണ്ണം മുഴുവൻ. അതെ, ഇന്ന് അവിടെ എല്ലാത്തിനും തന്നെ അത്യാവശ്യം വിലയുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ല ലാഭത്തിനായിരുന്നു കിട്ടിയത്. ഫ്രഷുമാണ് സാധനം, നല്ല കിടക്കാച്ച സാധനം. സാമൺ പീസാക്കി ക്ലീൻ ചെയ്ത് എടുക്കുന്ന ഭാഗമാണ് ഇത്. 3.25 കിലോ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ തൂക്കി നോക്കി. ഈ 3.25 കിലോയ്ക്കാണ് 17 പൗണ്ട്. 17 18 18 നമുക്ക് കിട്ടി. അത് നല്ല ഫ്രഷ് സാധനമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നതിനൊക്കെ നല്ല ലാഭം കേട്ടോ. നോക്കിക്കേ, കഷ്ടപ്പെട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഉറക്കളച്ച് പോകുക എന്നുള്ളൊരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ അടിപൊളി സാധനം. അപ്പോൾ ഇത് നമ്മുടെ കൊഞ്ച് കുട്ടന്മാരാണ്. കൊഞ്ചുകൾ, നല്ല വലിയ കൊഞ്ച്. ഞങ്ങൾ ആക്ച്വലി കൊഞ്ചിന്റെ അങ്ങനത്തെ വലിയ ഫാനല്ല, പക്ഷെ കണ്ടപ്പം വലിപ്പമൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ചു അല്ലേ? വേണോ? നീ അല്ലേ നിനക്ക് മീനിനെ പിടിക്കണത്? പിടിച്ചു നോക്കിയാ വേണം. മുള്ളുണ്ടെന്ന് തോന്നുന്നല്ലേ? നല്ല ഫ്രഷ് സാധനമാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇത് ലൈവ് ആണെങ്കിൽ ത്രോ ചെയ്ത വലിയ. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതും സെപ്പറേറ്റ് ഇത് എത്ര? ഇത് 3 kg അല്ലേ? 3 kg ഒരു പാക്കറ്റ്. അത് സെപ്പറേറ്റ് ഓരോ കറക്റ്റുള്ളത് സെപ്പറേറ്റ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെക്കാൻ പോവാം. ആ പെട്ടിക്കകത്ത് എന്തൊക്കെയാ ഉള്ളത് ജിനു? ഇതിനകത്ത് ആവോലിയുണ്ട്, കേരയുണ്ട്, കാളാച്ചിയുണ്ട്. അതെല്ലാം അതിനകത്തല്ലേ? അപ്പോൾ അവരുടെ പാക്കിങ് ഉണ്ടോ, ഒട്ടും ലീക്ക് ആകാതെ നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് നമുക്ക് തന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ ചീത്തയാകും എന്നുള്ള ഒരു ടെൻഷനൊന്നും ആവശ്യമില്ല. കണ്ടോ, ഇത് നിന്റെ ഫേവറേറ്റ് സെയിൽ ഫിഷ്. ഇത് നമ്മൾ പീസായിട്ടുള്ളതാണ് മേടിച്ചത്. കൊള്ളാം അല്ലേ? 1 കിലോയുടെ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പണിയുടെ ആവശ്യമില്ല. അതങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ അതിന് എടുത്താൽ മതി.
അച്ചാറിടാനുള്ള കുട്ടപ്പൻ വന്നു. ഇത് അല്ല, ഇത് അച്ചാറല്ല. അല്ലേ? അച്ചാറിന്റെ അവിടെ വേറെ ഇരിക്കുന്നത്. ഇതെന്തായിരുന്നു? ഇത് കേരയോ? ഇത് ചൂരയോ? ഇത് കേരല്ല, ഇത് കാളാഞ്ചി. ഇത് കാളാഞ്ചി. അപ്പൊ ഇതാണ് കാളാഞ്ചി. അടുത്ത കാളാഞ്ചി. രണ്ട് കാളാഞ്ചി വാങ്ങിച്ചായിരുന്നല്ലേ? അപ്പൊ രണ്ടാമൻ കാളാഞ്ചി. കാളാഞ്ചി നമ്പർ 2. കാളാഞ്ചിനെയും കൂടെ വെട്ടിക്കയറ്റാനുള്ള പരിപാടിയാണ്. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ ചെത്തിയാണോ ജിനു എടുക്കുന്നത്? ചെത്തിയല്ല, ചെത്തി എടുക്കുമ്പോൾ കറക്റ്റായിട്ടാ ചെത്തുമ്പോൾ ഇങ്ങനെ അങ്ങ് പോരും. അത് നല്ല ഐഡിയ. അതുണ്ടല്ലോ ഇപ്പോൾ കുറേ അധികം മീനുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തിന്ന് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് ഫ്രീസറിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നില്ല. ചെതുമ്പലും അകത്തെ വേസ്റ്റും എല്ലാം കളഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. കറി വെക്കുന്നതിന് മുമ്പാട്ടോ എടുത്ത് വാഷ് ചെയ്യുന്നത്. ഇവനെ കണ്ടപ്പോൾ നല്ല ഗ്ലാമർ ആണെങ്കിലും ഉണ്ടല്ലോ, ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഭയങ്കര പാടായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രകാരത്തിൽ ഇങ്ങനെ എന്താ പറയുക, വലിയ വീട്ടിലുള്ള വലിയ വെട്ടുകത്തിയൊക്കെ എടുത്ത് ഒരു 1.5 പണി പണിതതിന് ശേഷമാണ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റിയത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വലിയ മീൻ കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. നമ്മളത് പീസായിട്ട് ഫ്രോസൺ അങ്ങനത്തെ മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്കൊന്നും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഡാമിലെ മീനൊക്കെ കഴിച്ചാണ്, ഫ്രഷ് വേണമെങ്കിൽ ഡാമിൽ ഒക്കെ മീൻ മേടിച്ച് കറി വെച്ച് കഴിച്ചാണ് പരിചയം. എങ്കിലും ഇത്രയും വലിയ മീനൊന്നും മേടിച്ച് വെട്ടിയിട്ടില്ല. ജിനുവും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. ഇത് കണ്ടോ, ഞങ്ങളിപ്പം ആ 2 ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും പീസസ് കിട്ടി. ഒരു കറിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെച്ച് സിബ്ലോ കവറിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ വാഷ് ചെയ്യാതെ തന്നെ, വേസ്റ്റെല്ലാം ഫുള്ളും മാറ്റിയല്ലോ, വാഷ് ചെയ്യാതെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വെക്കുകയാണ്. അപ്പം ഞങ്ങൾ 2 കറിക്കുള്ളതായിട്ട് 2 സിബ്ലോ കവറിലാണ് വെക്കുന്നത്. ഇനി ഇത് ഫ്രീസറിലോട്ട് കഴിയും. നല്ല കിണ്ണം കാച്ചി ആവോലി നോക്കി തിരിച്ച് കാണിച്ചേ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഓക്കെ, അപ്പോൾ ആവോലിനെ വെട്ടിക്കയറ്റാം അല്ലേ? അതെ, നമ്മുടെ യെല്ലോ ഫിൻ ടൂണ. അത് അച്ചാർ ഇടാൻ മേടിച്ചല്ലേ? ഇങ്ങനെ കൊണ്ടുവരാത്ത ഐസിന്റെ വെള്ളമാണ് ഇങ്ങനെ ഒഴുകുന്നത്. ഞാൻ ഇത്രയും മീൻ മേടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എൻ്റെ ഡെലിവറി മുന്നിൽ കണ്ടിട്ടാട്ടോ. കാരണം ആ സമയത്ത് ഫുഡിൻ്റെ കറിക്കൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇവനെ മേടിച്ചത് അച്ചാറിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഒരു 2-3 കഷ്ണം അച്ചാർ പീസ് ഉണ്ടെങ്കിൽ ചോറുണ്ണാനൊക്കെ അടിപൊളിയാണല്ലോ. അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. സോ ആ ഒരു ഇൻറ്റൻഷനായിരുന്നു. എന്തായാലും ഇത് മുറിച്ചെടുക്കാൻ വലിയ പാടില്ലായിരുന്നു കേട്ടോ. തൊലി നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വലിച്ച് കീറി എടുക്കാൻ പറ്റി. അപ്പം വേണ്ട, അവനെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ഇതുപോലെ കുട്ടപ്പനായിട്ട് കിട്ടി. തൊലി മുഴുവൻ നമ്മൾ ഈ കശാപ്പ് ശാലയിലൊക്കെ തൂക്കിയിടുന്ന പോലെയുണ്ട്, തൊലി മുഴുവൻ അരിഞ്ഞ് കിട്ടി. സോ ഞാനതിൻ്റെ നല്ല പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഞാനിത് ഇന്ന് തന്നെ അച്ചാറിട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെക്കും. ഇത്